എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞാനപ്പം ഒരു മോർണിംഗ് റുട്ടീൻ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് പോകേണ്ട വീഡിയോ ആണ്. അതിനിടയിൽ കുറച്ച് കോളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മോർണിംഗ് റുട്ടീൻ ആവട്ടെ. ദിവസങ്ങളൊന്നും കിടക്കുവാണല്ലോ അല്ലേ? അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ തന്നെ എണീറ്റിട്ടേ ഞാൻ മുട്ട ബോയിൽ ചെയ്യാൻ ഇട്ടു കേട്ടോ. ഇപ്പം നമ്മളുടെ ഇൻഡക്ഷൻ കുക്കർ ആക്റ്റീവ് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ടെൻഷനില്ല. എനിക്ക് കുക്കറിൽ സംഭവം കുഴപ്പമൊന്നുമില്ല. കുക്കറിൽ നല്ല രീതിയിൽ ഗ്യാസ് ലാഭിച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. എന്നിരുന്നാലും ചില സമയത്ത് അത് ഉള്ളി ചിലപ്പോൾ വേവില്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ എനിക്ക് വരാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെ ഗ്യാസിലിട്ടിട്ട് തന്നെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് നമുക്ക് പേടിയില്ലല്ലോ. പിന്നെ വന്നിട്ട് രാവിലത്തെ നമ്മുടെ എനർജി ഡ്രിങ്കിന് പകരം ഫസ്റ്റ് തന്നെ ഏർലി മോർണിംഗ് എണീക്കുമ്പം തൈറോനോം 88 കഴിച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ പണി വാളും. തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടേ. അത് ഒരു 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോനോം 88 കഴിച്ചിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചായ കുടിക്കുകയുള്ളൂ കേട്ടോ. 1 മണിക്കൂർ കഴിച്ചിട്ടേ നമ്മൾ എന്തെങ്കിലും കഴിക്കാവൂന്ന് പറയും. അല്ലാന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത് കേട്ടോ. എപ്പോഴും നടക്കാറില്ല, വീട്ടിലിരിക്കുമ്പോൾ അത് മാക്സിമം നോക്കാറുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നടക്കില്ലല്ലോ. അപ്പം 1 hour കഴിഞ്ഞപ്പോൾ ഞാൻ ചായ ഇടാനുള്ള തിരക്കിലാണ്. പാൽച്ചായ കഴിഞ്ഞിട്ട് നമുക്കൊരു പരിപാടി ഇല്ല എന്നറിയാലോ. രാവിലെ തന്നെ ഈ ഒരു ഡ്രിങ്ക്, അതായത് ഈ ഒരു ചായ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസമേ പോകും. പിന്നെ വളരെ ശാന്തമായിട്ട് പോകുന്ന ദിവസമാണ് കേട്ടോ. വീഡിയോ എടുക്കാനൊക്കെ നല്ല എനർജി ആയിരുന്നു. പക്ഷെ എന്ത് പറയാനാ, ഇടയ്ക്ക് വെച്ച് അത് ബ്രേക്കായിപ്പോയി. അങ്ങനെ രാവിലെ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഇനി കുറച്ച് നേരം ആലോചിച്ച് അങ്ങിരിക്കും. എന്താ ഏതാന്നൊന്നുമില്ല, പല പല കാര്യങ്ങൾ അതിനിടയിലൂടെ പോകും. നമുക്ക് എന്താ പറയുന്നത്, അങ്ങനെ ഒരു സമയം ഇരിക്കാൻ കണ്ടെത്തുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് നമ്മുടെ സാം ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും എനിക്കിരിക്കാൻ പറ്റില്ല കേട്ടോ. വേറെ ഒന്നല്ല, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പോകേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ എണീക്കുമ്പോൾ ചിലപ്പോൾ ലേറ്റായിട്ട് വരും. ഫുൾ ഔട്ട് ഓഫ് റൂട്ടീൻ ആയിരിക്കും. അന്നേരം ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. പെട്ടെന്ന് ചായ കുടിച്ചിട്ട് നമ്മുടെ അല്ലാത്ത മോർണിംഗ് റുട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അങ്ങ് പുറത്തേക്ക് പോകലായിരിക്കും പതിവ്. പക്ഷേ ഇപ്പം പുള്ളിക്കാരനില്ലല്ലോ, പുള്ളിക്കാരൻ ഞാൻ ഒറ്റയ്ക്കാണ്, കുട്ടികളും ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം എന്ന് വേണം പറയാൻ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ രാജകീയ പദവിയിൽ ഇരിക്കുവാണ് കേട്ടോ. കാലിൻ്റെ ഈ പാട് മുട്ടിൻ്റെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മുട്ടുമ്മ ഇഴഞ്ഞപ്പോൾ നമുക്ക് നേർച്ചയുടെ ഇഴയുമ്പം വരുന്നതാണ് കേട്ടോ. അത് പതിയെ പതിയെ മാഞ്ഞു പോയിക്കോളും, ആ സ്കാറൊക്കെ പോയിക്കോളും. പോയില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ലാന്നേ, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ വന്നിട്ട് ഇത് നമുക്ക് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നെൻ്റെ. അതായത് അത്യാവശ്യം വെജീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങും ഉള്ളൂ, പിന്നെ സവാള ഉണ്ടല്ലോ, വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് കേട്ടോ. വെജിറ്റബിൾ മസാല എന്ന് പറയാം, സ്റ്റൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കോക്കനട്ട് മിൽക്കോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സിമ്പിളാണ്. ഒരു 2 വിസലിൽ കുക്കറിൽ ആയെടുക്കാനും പറ്റും. എങ്കിലാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കും എനിക്കും ഹസ്ബൻഡിനും അതേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹസ്ബൻഡിന് വെജിറ്റബിൾസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു നോൺ വെജ് വേണം. അപ്പം പിന്നെ രാവിലെ എന്തായാലും ബോയിൽഡ് എഗ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ആൾ ഓക്കെയാണ്. പക്ഷേ ഈ കറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിച്ചണിൽ നിന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. കാര്യങ്ങൾ ചെയ്യുക, പെട്ടെന്ന് ഇറങ്ങുക, അതേ ഉള്ളൂ. അല്ലാതെ ഒത്തിരി നേരം അവിടെ നിന്നിട്ട് അത് പരീക്ഷണം ഇത് പരീക്ഷണം അത് അത്രയൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം എന്നെപ്പോലത്തെ മടിച്ചുകൾക്ക്, പിന്നെ അതേപോലെ തന്നെ ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്ക്, അവർക്കൊക്കെ ഈ റെസിപ്പി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കർ റൂമിലുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ആകെ കൂടി ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റു ക്യാരറ്റും പിന്നെ പൊട്ടറ്റോയും പിന്നെ സവാളയും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ കുക്കറിലിട്ട് വേവിക്കുമ്പോഴാണ് നമുക്ക് ഇത്തിരി സമയം ലാഭിക്കുന്നത്. പാനിലിട്ടൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, കുക്കറിലിട്ട് വേവിച്ചാൽ മതി. ഇപ്പം ഞാൻ പറയാം, ഇതിപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കുന്നവരും വെജിറ്റബിൾ മസാല എന്നൊക്കെ പറയുന്നവരും ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് എൻ്റെ ഈസി റെസിപ്പി അത്രയേ ഉള്ളൂ കേട്ടോ. കുറേ ഈസി റെസിപ്പീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അത് വേറെ ഒന്നല്ല, നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്ത് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവത്തില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളത് അത്രയേ ഉള്ളൂ.
പിന്നെ ഇതേ നമ്മളുടെ പാനിലേക്ക് കുറച്ച് നമ്മൾ കുക്കിംഗ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും, ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മളുടെ സവാള ഇടും. സവാള ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഏകദേശം ഒന്ന് വഴറ്റി വരുമ്പം നമ്മൾ വേണമെങ്കിൽ ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ സവാള വഴറ്റി വരുമ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് നമ്മളുടെ ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത്. നോർമൽ ചില്ലി ആവശ്യമുള്ളവർക്ക് നോർമൽ ചില്ലി ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു വെജിറ്റബിളിൻ്റെ ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ. മറ്റേ മാഗിയുടെ ക്യൂബ് ഇടുന്നുണ്ട്. ആ ടേസ്റ്റ് മേക്കറാണ്, അത് ഓപ്ഷണലാണ്. ഞാനിങ്ങനെ ഇടാറുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, മിക്ക കുക്കിങ്സിലും ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടുന്നു എന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം മല്ലിപ്പൊടി കുറച്ച് ഞാൻ അത് കൂടെ, അപ്പം നല്ല കറിക്ക് നല്ലൊരു ഗ്രേവി പരിവം കിട്ടുമല്ലോ. പിന്നെ ഇതിൽ ഗരം മസാല ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ പട്ട ഗ്രാമ്പൂ ഒക്കെ ആദ്യം നമുക്ക് നമ്മുടെ ഓയിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം അത്രയും ബുദ്ധിമുട്ടുള്ള പണികൾക്കൊന്നും ഞാൻ മെനക്കിടുന്നില്ല, എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക. മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് പോകുന്നത് വരെ ഒരു നല്ലൊരു സ്പൈസി സ്മെല്ല് വരും. നല്ലൊരു ആ സ്മെല്ല് വരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ആ ഒരു സ്മെല്ല് വരും കേട്ടോ. അങ്ങനെ നമ്മുടെ മാഗി ക്യൂബ് ഞാൻ ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ ഈ വെജീസ്, അതായത് നമ്മുടെ പൊട്ടാറ്റോ, പിന്നെ നമ്മുടെ ക്യാരറ്റ്, പിന്നെന്താ, അത്രയേ ഉള്ളൂ. വേറെ വെജീസ് ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്ത് വേണമെങ്കിലും ഇടാം ഇതിലേക്ക്. നമുക്ക് ഈ പറഞ്ഞല്ലോ, ബീട്രൂട്ട് ആണെങ്കിൽ ബീട്രൂട്ട് ഇടാം. ഒരു മസാലക്കറി, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് അല്ലേ? അതൊക്കെ ഇടാം. ബട്ടറിലാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബട്ടറിലാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഓയിൽ ബട്ടർ ആണെങ്കിൽ തന്നെ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും ഒരു മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കഴിച്ചാൽ മതി, ടിപ്പനായിരിക്കും. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾപ്പിക്കുക. അപ്പോൾ വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ തുറക്കുക. നമ്മുടെ കറി റെഡി. അത്രയേ ഉള്ളൂ. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഈ പൊട്ടറ്റോയും അതേപോലെ തന്നെ ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം, ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുക്കർ അടയ്ക്കാൻ. വെള്ളം വേണമല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഞാൻ മൈദ കൊണ്ടിട്ട് ഒരു ദോശ, അത്രയേ ഉള്ളൂ. അപ്പം മൈദ ദോശ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞത് ഇന്നത്തെ 2 ബ്രേക്ക്ഫാസ്റ്റിന് പേരില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് എൻ്റെ കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം മൈദ ഇരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി. അപ്പം ഇനി ഈ മൈദ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിപ്പോവും. നമ്മളൊന്നും വെറുതെ കളയാൻ പാടില്ലല്ലോ, കാശ് എടുത്ത് വാങ്ങിച്ചതല്ലേ. അപ്പം ഞാൻ കരുതി മൈദ വെച്ചിട്ട്, മൈദ സംഭവം അൺഹെൽത്തിയാണ്. കുറേ നാൾ എല്ലാവരും മൈദയുടെ പുറകെ ആയിരുന്നു. പൊറോട്ട പാടില്ല, കാരണം മൈദയാണ് കാരണം. മൈദ. പക്ഷെ എല്ലാം ആവശ്യത്തിൽ കൂടുതലാവാതെ മിതമായിട്ട് കഴിക്കുന്ന കൊണ്ടിട്ട് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്നും അമിതമാവരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും നമ്മൾ മൈദ ഭയങ്കര ഹെൽത്തിയാണെന്ന് ഒരിക്കലും ഞാൻ പറയല്ല കേട്ടോ, അങ്ങനെ കരുതരുത്. പക്ഷേ അമിതമാവാണ്ട്, എന്താ പറയണത്, ഒരു ട്വൈസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്രൈസ് ഇൻ എ മന്തൊക്കെ നമ്മൾ ഒരു 2 പൊറോട്ട കഴിക്കുന്നുണ്ടിട്ട് നത്തിങ് വിൽ ഗോയിങ് ടു ഹാപ്പൻ, അത്രേ ഉള്ളൂ. പിന്നെ കഴിക്കുന്ന സമയവും കഴിക്കുന്ന ക്വാണ്ടിറ്റിയും അതിനനുസരിച്ചിട്ടുള്ള ബേണിങ്ങും കാലറി നമ്മളത് കത്തിച്ച് കളയണ സംഭവങ്ങളൊക്കെ നോക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ പേടിക്കാനുള്ള ഒരു കാര്യമൊന്നും മൈദയിലുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ അതെ, അയ്യോ ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിട്ടുപോയല്ലോ. അപ്പോൾ മൈദ നമ്മൾ ഒന്നുമില്ല, മൈദപ്പൊടി ഇത്തിരി ഇട്ടു, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു, നന്നായിട്ട് ഞാൻ നമ്മളുടെ ഇത് വെച്ചിട്ട് എന്താ അതിനെ പറയുക, ബീറ്റ് ചെയ്തെടുത്തു. അയ്യോ അതിനെ പറയുന്ന പേര് മറന്നുപോയല്ലോ. ബീറ്റ് ചെയ്തെടുത്തു, എന്തായിരുന്നു അതിനെ പറയുന്നത്, ഓക്കെ അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ആ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് ഞാനൊരു മുട്ടയും കൂടി ഇട്ടു കേട്ടോ. മുട്ട ഇടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്രിസ്പി ആവും ഇല്ലേ. വിസ്ക് വെച്ചിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുത്തു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. വിസ്ക് എന്നുള്ള പേര് മറന്നുപോയി. എന്നിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുവാണ് കേട്ടോ. എൻ്റെ ആൽമണ്ട് കണ്ടോ, ആൽമണ്ട് ഞാൻ രാവിലെ കഴിക്കാറുണ്ട് കേട്ടോ, ഒരു 10 എണ്ണം കഴിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഞാൻ സെറയ്ക്കും ഞാൻ മാറ്റി വെക്കും. അവൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്, ഒരു 6-7 എണ്ണം സെറയ്ക്കും കൊടുക്കാറുണ്ട്. ഇപ്പം തീർന്നു പോയി, ഇനി മാറ്റി വെക്കണം. ഒരെണ്ണം താഴെ വീണു, സങ്കടമായി. അപ്പോൾ കുഴപ്പമില്ല, പോട്ടെ, അത് താഴെ വീണു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളുടെ മൈദ ദോശ അപ്പം റെഡിയാകും. ഒന്നുമില്ല, സിമ്പിളാണ്. മൈദയിലേക്ക് കുറച്ച് ഉപ്പിട്ടു, അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു, നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മൈദ ദോശ. എത്ര അൺഹെൽത്തി ആണെന്ന് പറഞ്ഞാലും സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മൈദ ദോശയും ഈ വെജ് കുറുമയും ഉണ്ടല്ലോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴിക്കുകയാണ് കേട്ടോ, ഒട്ടുക്കത്തെ വിശപ്പായി പോയിട്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചിയുടെ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല അട്ടിപ്പനായിട്ടുള്ള കുറുമയും അതേപോലെ തന്നെ നമ്മുടെ മൈദ ദോശയും, സോഫ്റ്റായിട്ടുള്ള മൈദ ദോശയും, പിന്നെ 2 കോഴിമുട്ടയും. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്.
അങ്ങനെ അതെ ആ സംഭവങ്ങളൊക്കെ ഞാനിനി കഴിച്ചു. നമ്മുടെ സെർക്കുട്ടി സ്റ്റിൽ ഉറക്കത്തിലാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളുടെ കഴിഞ്ഞിട്ട് അവളെ വിളിക്കാമെന്ന് കരുതി. അവൾക്ക് കുറേ നേരം പിടിക്കും ഈ കഴിക്കുന്നതൊക്കെ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അവൾക്കിങ്ങനെ സ്റ്റോറീസ് ഇങ്ങനെ നോക്കിയിട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ടി വിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ ഞാൻ വായിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വായിപ്പിക്കാനും നോക്കുന്നുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കുമ്പോൾ വായിക്കാൻ പറ്റുന്നില്ല ആൾക്ക്, എന്നാലും ഈ ബുക്സ് കണ്ട് നോക്കിയൊക്കെ ആൾ കഴിക്കുവാണ് കേട്ടോ. അപ്പം ഏകദേശം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു, പിന്നെ ചെറിയൊരു മോർണിംഗ് റുട്ടീനും കാണിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. ചെയ്യണം എന്നല്ല, ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയണത്, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്, താങ്ക്സ് ഫോർ യുവർ ലവ്. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്ത് പറയണു? എല്ലാവരുടെയും ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? പിള്ളേരുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? ഇവിടെ എല്ലാം നന്നായിട്ട് പോകുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ട് മാക്സിമം നമുക്കുള്ള ലൈഫൊക്കെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് സന്തോഷിച്ച് ഇരിക്കുക. എല്ലാവരുടെയും കൂടെ ദൈവം ഉണ്ടാവട്ടെ, അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ലവ് യു, ഉമ്മ, ടാറ്റാ.